ഒത്തിരി ഫീമെയിൽസ് നമുക്ക് ഇമെയിലായിട്ടും അതുപോലെ തന്നെ വാട്സപ്പിലൊക്കെ സംശയം ചോദിക്കും കേട്ടോ. അവർക്ക് ഒന്നെങ്കിൽ അവരുടെ ഹസ്ബൻഡിനോട് അവർ ചിലവർ തുറന്ന് പറയില്ല, ചിലവർ പറയും. അതുകൊണ്ട് തന്നെ ഒരു ഇന്റർകോഴ്സ് ഇല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ അതിന് വിസമ്മതിക്കുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ ഒത്തിരി ഫാമിലി പ്രോബ്ലംസ് വരെ എത്തിച്ചേരുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് പെയിൻഫുൾ ഇന്റർകോഴ്സ് എന്ന് പറഞ്ഞാൽ. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മെഡിക്കൽ കണ്ടീഷനാണ്. ഇത് ട്രീറ്റ് ചെയ്ത് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു പ്രശ്നം മാറുകയും ഇന്റർകോഴ്സ് പെയിൻഫുൾ അല്ലാതായി മാറുകയും ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അല്ലാതെ ഇതൊരു ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ഈ പെയിനും കൊണ്ട് പോകേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. ആദ്യമേ തന്നെ നമുക്ക് വജൈനൽ ഡ്രൈനസ്, ലൂബ്രിക്കേഷന്റെ കുറവ് കാരണം കേട്ടോ ഡ്രൈനസ് ഉണ്ടെങ്കിൽ വരും. എന്തെങ്കിലും ഇൻഫെക്ഷൻസ്, വജൈനൈറ്റിസ്, വജൈനൽ ഏതെങ്കിലും രീതിയിലുള്ള ഇൻഫെക്ഷനോ ഇൻഫ്ലമേഷനോ ഉണ്ടായാൽ, നീർക്കെട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും പെയിൻ ആയിരിക്കും. പെൽവിക് ഫ്ലോറിന്റെ മസിൽസിന് വരുന്ന വീക്ക്നെസ് കൊണ്ടും ഉള്ളിലുള്ള മസിൽസിന്റെ പ്രശ്നം കൊണ്ടും നമുക്ക് പെയിൻ ഉണ്ടാവാം. എൻഡോമെട്രിയോസിസ് പോലത്തെ എന്തെങ്കിലും ഒരു സീരിയസ് മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ടെങ്കിലും ഉണ്ടാവും. ആയുർവേദം ഇതിന് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നതുകൊണ്ട് കേട്ടോ. അതായത് ഒരു സെക്ഷൽ ട്രീറ്റ്മെന്റ്സ് വളരെ കൂടുതലായിട്ട് ഫീമെയിൽസിനും കൂടെ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്ന ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്റേണലി അത് ട്രീറ്റ്മെന്റ് മെഡിസിൻ ഉള്ളിൽ ചെല്ലുന്നത് കൊണ്ട് അതുപോലെ തന്നെ തെറാപ്പീസ് ചെയ്യുന്നതും ഉണ്ട്. ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടർ, നിങ്ങൾക്ക് ലേഡി ഡോക്ടറോടാ പറയാൻ പറ്റുന്നെങ്കിൽ ഒരു ലേഡി ഡോക്ടറെയോ ആരോടാണ് കംഫർട്ടബിൾ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരാളോട് പറഞ്ഞ്, അതൊരു മെഡിക്കൽ എക്സ്പേർട്ടിനോട് പറഞ്ഞ് ഇതിന്റെ ട്രീറ്റ്മെന്റ് തേടുക എന്നുള്ളത്. എനിക്ക് തോന്നുന്നു എല്ലാ സിസ്റ്റം ഓഫ് മെഡിസിൻസിലും ഇതിന് ട്രീറ്റ്മെന്റ് ഉണ്ട്.